നമസ്കാരം. ഏത് ദിവസവും ഏത് സമയത്തും വേണമെങ്കിലും ഒരു മലയാളിയുടെ അടുക്കളയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വലിയൊരു അപകടത്തിനെ പറ്റിയുള്ള അറിവാണ് ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് യൂട്യൂബിന് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു വീഡിയോ അല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യവുമല്ല. കഴിഞ്ഞ മാസം എൻ്റെ വീട്ടിൽ സംഭവിച്ച ഒരു അപകടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്. തേങ്ങയില്ലാതെ നമ്മൾക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ കഴിയുകയില്ല. എല്ലാ വീട്ടിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് തേങ്ങ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാ മലയാളികളും. മിക്കവാറും എല്ലാ വീടുകളിലും ചിരവ ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് പല വീടുകളിലും ചിരവ ഉപയോഗിക്കുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും തേങ്ങ ഉടച്ച് കൊത്തിയെടുത്ത് മിക്സിയിൽ അരച്ചാണ് കാര്യങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ മാസം വൈഫ് കയ്യിൽ തേങ്ങ പിടിച്ചുകൊണ്ട് കൊത്തിയെടുക്കാൻ ശ്രമിച്ചു. നിർഭാഗ്യവശാൽ പെട്ടെന്ന് സ്ലിപ്പായി കത്തി ഇവിടെ വന്ന് കൊള്ളുകയാണ് ഉണ്ടായത്. ഇവിടെ നീളത്തിൽ മുറിഞ്ഞു. ചോര പ്രളയമായി. കൈ തുണി കൊണ്ട് ചുറ്റി ഞങ്ങൾ ഉടനെ നേരെ ഓടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലേക്ക്. 5 മിനിറ്റിനുള്ളിൽ ഡോക്ടർ വെളിയിൽ വന്ന് പറഞ്ഞു, ഇത് ഇത്തിരി പ്രശ്ന കേസാണ്, കാരണം ഞരമ്പ് മുറിഞ്ഞു പോയി. നമ്മുടെ ശരീരത്തിൻ്റെ പല പല ഭാഗത്തും പല പല മുറിവുകളും ഉണ്ടാകുമ്പോൾ ഞരമ്പ് മുറിയാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈ ഒരു പ്രദേശമാകുമ്പോൾ പെട്ടെന്ന് മുറിയാനായിട്ട് സാധ്യതയുണ്ട്. ഉടനെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു, ഇതിന് പ്ലാസ്റ്റിക് സർജറി വേണം, അതായത് മൈക്രോവാസ്കുലർ സർജറി ചെയ്താലേ ഇത് വെയിൻ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ ആസ്റ്ററിലേക്ക് പോയി. 4 മണിയോടുകൂടി ആസ്റ്ററിലെത്തി. ഡോക്ടർമാരെല്ലാവരും പെട്ടെന്ന് എത്തി. ഉടനെ തന്നെ സർജറി ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അതിനു മുമ്പായിട്ട് 65,000 രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. 65,000 രൂപ കെട്ടിവെച്ചു. 3 മണിക്കൂർ സമയം എടുത്തിട്ടാണ് പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ മൈക്രോവാസ്കുലർ സർജറി ചെയ്ത് ഇത് ശരിപ്പെടുത്തിയത്. പിറ്റേ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടി ഡിസ്ചാർജ് ചെയ്തു. 1,00,000 ചില്ലാൻ രൂപയാണ് ടോട്ടൽ ബില്ല് വന്നത്. അതിനുശേഷം 2-3 ആഴ്ച ഇത് കാണിക്കാനും മറ്റു കാര്യങ്ങൾക്കും പ്ലാസ്റ്റർ വെട്ടാനും ഡ്രസ് ചെയ്യാനുമായിട്ട് പോയി. എല്ലാം കൂടി 1,15,000 രൂപയോളമാണ് ചിലവായത്. പണമല്ല പ്രശ്നം. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പണം കൊടുക്കേണ്ടി വരുന്നില്ല. സ്വന്തമായിട്ട് കയ്യിൽ പണമുണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു അശ്രദ്ധയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ സംഭവിച്ചു എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. ഇതൊക്കെ എല്ലാ വീടുകളിലും എല്ലാവരും ചെയ്യുന്നതാണ്. എത്രയോ വർഷമായിട്ട് ഞാൻ ചെയ്യുന്നു എന്നൊരാൾ പറയുന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിക്കാം. ഇതൊന്നും ആരുടെയും കുറ്റം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അല്ല. നമ്മുടെ ചില ചീത്ത ശീലങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ചില ആക്സിഡന്റുകളാണ്. അതുകൊണ്ട് ഓർക്കുക, ചിരവ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ എത്രയും വേഗം കിച്ചന് അനുയോജ്യമായ ഏതെങ്കിലും ഡിസൈനിലുള്ള ഒരു ചിരവ് വാങ്ങി ചിരവയിലൂടെ ചിരണ്ടി എടുക്കുന്ന ഒരു ശീലത്തിലേക്ക് വരിക. കഴിയുന്നതും കൊത്തിയെടുക്കുന്നത് ഒഴിവാക്കുക. അപൂർവങ്ങളിൽ അപൂർവമായ ചില സാഹചര്യങ്ങളിൽ നമ്മൾക്ക് തേങ്ങാക്കൊത്തുകൾ ആവശ്യമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കയ്യിൽ തേങ്ങയും വലത് കയ്യിൽ കത്തിയും പിടിച്ച് കൊത്തിയെടുക്കാതിരിക്കുക. നിലത്ത് വെച്ചോ ഏതെങ്കിലും സ്ലാബിൻ്റെ മുകളിൽ വെച്ചോ കൊത്തിയെടുക്കുകയാണെങ്കിൽ ഒരു അപകടം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത തീരെയില്ല എന്ന് പറയാം. നമ്മൾ കയ്യിൽ വെച്ച് കൊത്തിയെടുക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ അത് കയ്യിലല്ല ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് ആയിരുന്നു കത്തിപ്പോയിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു അപകടത്തിൽ ചെന്ന് എത്തിയേക്കാം. എപ്പോഴും കൊത്തിയെടുക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ശീലം ഒഴിവാക്കുക, അവനവൻ്റെ നന്മയ്ക്കും അവനവൻ്റെ സേഫ്റ്റിക്കും വേണ്ടി. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഞാനിത് എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ്. അതിൻ്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു പരിധിവരെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും.